എല്ലാവർക്കും ഓൾഡ് വാഗൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് 1998 മോഡൽ ഡീസൽ ബുള്ളറ്റാണ്. ഡീസൽ ബുള്ളറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1992 മുതൽ 2000 വരെയുള്ള കാലയളവിലാണ് ഡീസൽ ബുള്ളറ്റ് കമ്പനി പുറത്തിറക്കിയത്. ശേഷം പൊല്യൂഷൻ്റെ പ്രശ്നം മൂലമാണ് ഈ ഡീസൽ ബുള്ളറ്റിൻ്റെ നിർമ്മാണം കമ്പനി ഉപേക്ഷിക്കുന്നത്. ഇറ്റാലിയൻ നിർമ്മിതമായ ഗ്രീസ് ലംബാർഡിനി എന്ന് പറയുന്ന എഞ്ചിനാണ് ഈ വണ്ടിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. 325 cc ഡീസൽ എഞ്ചിനാണ് ഈ വണ്ടി. 60 HP പവറും 15 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ ഈ വണ്ടിക്ക് സാധിക്കും. 4 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ വണ്ടിക്ക് വരുന്നത്. നമുക്ക് വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ നോക്കുകയാണെങ്കിൽ ഇതിന് വരുന്ന ഈ പൈലറ്റ് ലാമ്പും ഏകദേശം ഈ ഹെഡ്ലൈറ്റിൻ്റെ ഈ ഒരു തലയെടുപ്പ് കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെയാണ് പുതിയ മോഡൽ വണ്ടിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ പൊസിഷനിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എങ്കിലും ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഇപ്പോഴും കമ്പനി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വണ്ടിയുടെ ടയർ നോക്കുകയാണെങ്കിൽ 19 ഇഞ്ച് വീൽ ബേസ് വരുന്ന ടയറാണ് വണ്ടിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബ്രേക്ക് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രം ബ്രേക്കാണ്. വേറെ മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊന്നും ഇതിന് വരുത്തിയിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ സ്ക്രാച്ച് കാർഡ് നോക്കുകയാണെങ്കിൽ ന്യൂ മോഡൽ ഒരു സ്ക്രാച്ച് കാർഡാണ് ഇപ്പോൾ വണ്ടിക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ ഡീസൽ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ലിറ്ററാണ് ടാങ്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ മീറ്റർ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അനലോഗ് സിസ്റ്റമാണ്. ഇതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനലോഗ് മീറ്ററും പിന്നെ ഒരു ആംബിയറിൻ്റെ ഒരു മീറ്ററുമാണ് ഇതിൽ വരുന്നത്. പിന്നെ ഒരു കീ ഹോളാണ് വരുന്നത്. ഇതാണ് വണ്ടിയുടെ ബാറ്ററി കേസ്. ഇതിൻ്റെ അകത്താണ് വണ്ടീൻ്റെ ബാറ്ററി ഉള്ളത്. ഇതിന് സ്റ്റാർട്ടിങ്ങിനും കാര്യങ്ങൾക്കും ഒന്നും ബാറ്ററി ശരിക്കും ഉപയോഗിക്കുന്നില്ല. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഒരു സ്റ്റോറേജാണ്. അത് നമ്മളെ സാധാ വണ്ടിക്ക് വരുന്ന പോലെ തന്നെ ഈ സൈഡിലൊരു സ്റ്റോറേജാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ബ്രേക്കാണ്, റൈറ്റ് സൈഡിലാണ് ഗിയർ സിസ്റ്റം വരുന്നത്. വണ്ടിയുടെ ബാക്കിലുള്ള ഡിസൈൻ നോക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ബ്രേക്ക് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്ക് നമ്പർ പ്ലേറ്റിൻ്റെ മുകളിലാണ് ഈ ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ വണ്ടിയുടെ ബാക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റോറേജ് ബോക്സ് എക്സ്ട്രാ വരെ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ ഗിയർ സിസ്റ്റം നോക്കുകയാണെങ്കിൽ 4 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി ഗിയറാണ്. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പെട്ടെന്നൊരു ബ്ലോക്കിലൊക്കെ വണ്ടി നിർത്തുമ്പോൾ ടോപ്പ് ഗിയറിലാണെങ്കിൽ കൂടി ഈ ഗിയർ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ന്യൂട്രലിലേക്ക് ഇട്ടിട്ട് ഫസ്റ്റിലെടുത്തിട്ട് പോകാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ വണ്ടിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വാട്ടർ ബോട്ടിലിൻ്റെ വെക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റോറേജ് കേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോറേജ് ബോക്സ് ആണ്. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിലുള്ള ബോക്സും വണ്ടിക്ക് സ്റ്റോറേജ് തന്നെയാണ് വരുന്നത്. പുതിയ മോഡൽ പെട്രോൾ ബുള്ളറ്റിന് ഈ ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നത് എയർ ഫിൽറ്ററാണ്. പക്ഷേ ഇതിന് ഈ സൈഡിലും കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റോറേജ് ബോക്സ് തന്നെയാണ് ഈ സൈഡിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡീസൽ ബുള്ളറ്റിൻ്റെ ഈ ഒരു ബോക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ഹെവിയാണ്, കുറച്ച് വലുപ്പം കൂടുതലാണ്. അതിന് കാരണം ഡീസൽ ബുള്ളറ്റിൻ്റെ ഫ്ലൈവീല് കുറച്ച് വലുതാണ്. ഫ്ലൈവീലും അതിൻ്റെ കേസും മാഗ്നറ്റും എല്ലാം കുറച്ച് വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്ര വലുപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നത്. വണ്ടിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് വണ്ടിയുടെ ഡീസൽ ഫിൽറ്റർ. അതായത് ഫിൽറ്റർ ചെയ്തതിന് ശേഷം ഡീസൽ നേരെ പമ്പിലേക്കാണ് പോവുക. ഇത് ഡീസൽ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിന് നോസിൽ വഴി എഞ്ചിനിലേക്ക് ഡീസൽ സ്പ്രേ ചെയ്യുന്ന സിസ്റ്റമാണുള്ളത്. അതുകൊണ്ട് സ്റ്റാർട്ടിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പ്ലഗ് ഉണ്ടാവില്ല, ഡയറക്റ്റ് ആയിട്ട് എഞ്ചിൻ ക്രാങ്ക് ചെയ്താണ് സ്റ്റാർട്ടാവുക. ഇതാണ് വണ്ടിയുടെ പമ്പ് വരുന്നത്. ഇതിൽ ഡീസൽ ഫിൽറ്റർ വഴി പമ്പിലേക്ക് വരുന്ന ഡീസൽ നോസിൽ വഴിയാണ് എഞ്ചിനിലേക്ക് പോകുന്നത്. ഈ ഒരു പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർഫ്ലോൻ്റെ പൈപ്പാണ്. ഇത് നേരെ തിരിച്ച് ടാങ്കിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇതാണ് എഞ്ചിൻ്റെ അകത്തേക്ക് നോസിൽ വഴി ഡീസൽ സ്പ്രേ ചെയ്യുന്ന ഭാഗം. ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നോസിൽ കൂടി എഞ്ചിനിലേക്ക് ഡീസൽ സ്പ്രേ ചെയ്യപ്പെടുന്നത്. ഇതാണ് വണ്ടിയുടെ എയർ ഫിൽറ്റർ. ഇതിന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ബാത്ത് എയർ ഫിൽറ്റർ എന്നാണ്. കാരണം ഓയിലിൻ്റെ അകത്തുകൂടി കടത്തി വിട്ട് എയർ ഫിൽറ്റർ ചെയ്തതിന് ശേഷമാണ് ഇത് എഞ്ചിനിലേക്ക് എടുക്കുന്നത്. ഇവിടെയാണ് നമ്മൾ വണ്ടിയുടെ എഞ്ചിൻ ഓയിലിൻ്റെ അളവ് ചെക്ക് ചെയ്യുക. സാധനം മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് സൈഡിലേക്ക് ആക്കാനുണ്ട്. മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗേജിൻ്റെ അകത്ത് എഞ്ചിൻ ഓയിലിൻ്റെ അളവ് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതേമാതിരി തന്നെ ഇതിൽ എഞ്ചിൻ ഓയിൽ കുറവുണ്ടെങ്കിൽ ഓയിലിൻ്റെ തിക്നെസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. വണ്ടിയുടെ ഹാൻഡിൽ ലോക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ ഈ 2 ലോക്ക് കൂടി ഒരു ലോക്ക് ഇട്ട് പൂട്ടുകയാണ് ചെയ്യുക. വേറെ ഹാൻഡിൽ ലോക്കിന് വേറെ ടെക്നോളജികളൊന്നും ഇതിൽ വരുന്നില്ല. ഇതാണ് വണ്ടിയുടെ വേറൊരു ലോക്ക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വണ്ടിയുടെ ഡീകംപ്രഷൻ്റെ ലിവർ ഒന്ന് ഉള്ളിലേക്ക് ആക്കി വെക്കുക. അതായത് ഡീകംപ്രഷൻ ഓൺ ചെയ്ത് വെച്ചിട്ട് ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഡീകംപ്രഷൻ ഓഫ് ആകുകയില്ല. അതായത് തിരിച്ച് റിട്ടേൺ അടിക്കുന്ന സമയത്ത് ഫുള്ള് ബാക്കിലേക്ക് വരില്ല. അങ്ങനെ വരുന്ന സമയത്ത് എഞ്ചിനിലേക്ക് പ്രഷർ കിട്ടാണ്ട് നിൽക്കുകയും
ആ സമയത്ത് ഈ വണ്ടി സ്റ്റാർട്ടാവാതിരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ലോക്ക് സിസ്റ്റം കൂടി ഇതിനുണ്ട്. ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ ഡീകംപ്രഷൻ നമ്മളിപ്പോൾ ലോക്ക് ചെയ്ത് വെച്ചതാണ്. സമയത്ത് നമ്മൾ കിക്കർ അടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കാം. ഇതിപ്പോൾ നമ്മൾ എത്ര കിക്കർ അടിച്ചിട്ടും കാര്യമല്ല, കാരണം എഞ്ചിൻ്റെ അകത്തേക്കുള്ള പ്രഷർ എഞ്ചിന് കിട്ടാത്തതുകൊണ്ട് വണ്ടി സ്റ്റാർട്ടാവില്ല. അതാണ് അങ്ങനെ ഒരു ലോക്ക് സിസ്റ്റം കൂടി ഈ വണ്ടിക്കുണ്ട്. അതായത് ഏതൊരു പ്രവർത്തനം നടക്കണമെങ്കിൽ ഒരു പ്രഷർ ആവശ്യമാണ്. ആ പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ ഡീകംപ്രഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഡീകംപ്രഷൻ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ, അതായത് ഒരു ലിവർ വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കിക്കറിൻ്റെ മുകളിലുള്ള പ്രഷർ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. എഞ്ചിൻ്റെ അകത്തുള്ള പ്രഷർ കുറയുന്നതുകൊണ്ട് കിക്കർ നമുക്ക് സ്മൂത്തായിട്ട് അടിക്കാൻ വേണ്ടി സാധിക്കും. ഡീകംപ്രഷൻ ഓണായി കിടക്കുന്ന സമയത്ത് ഒരിക്കലും വണ്ടി സ്റ്റാർട്ടാവില്ല. ഫസ്റ്റ് കിക്കർ അടിയുമ്പോൾ തന്നെ ആ ഡീകംപ്രഷൻ ഓഫാവുകയും പിന്നെയാണ് വണ്ടി സ്റ്റാർട്ടാവുന്നത്. പിന്നെ ഇത് ഓഫാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഡീകംപ്രഷൻ സിസ്റ്റത്തിൽ കൂടെ തന്നെയാണ്. എഞ്ചിൻ്റെ അകത്തുള്ള പ്രഷർ പെട്ടെന്ന് റിലീസ് ചെയ്യുന്നവരാണ് വണ്ടി ഓഫ് ചെയ്യുന്നത്. നമുക്കെന്തായാലും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.